എക്സ്പൾസിൻ്റെ എല്ലാവരും പറയുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ് സീറ്റിൽ നിന്ന് വെള്ളം നമ്മുടെ നിതംബത്തിൽ പറ്റുന്നു എന്നുള്ളത്. അങ്ങനെ എനിക്കും അത് കുറേ നാളായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാനും സീറ്റ് മാറാൻ എന്ന് വിചാരിച്ചു. സീറ്റല്ല, സീറ്റിൻ്റെ കവർ മാറാം എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ സീറ്റിൻ്റെ കവറൊക്കെ നമ്മൾ സീറ്റ് കവർ മീൻസ് സീറ്റും കവറും കൂടി അഴിച്ചെടുത്തിട്ട് നമ്മുടെ പഴയ കവർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ സീറ്റ് കവർ അടിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അപ്പോൾസ്റ്ററി സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെയർ ഓഫ് സ്പോഞ്ച് നമ്മളൊരു 16 mm തിക്നെസ് ഉള്ളൊരു സ്പോഞ്ച് ഒട്ടിച്ചു. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ നാൾ വെള്ളം പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോഞ്ച് കുറച്ച് ഡാമേജഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഗമ്മൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ പുതിയ സ്പോഞ്ച് അതിലേക്ക് ഗം ചെയ്ത് ഒട്ടിച്ചു. ശേഷം നമുക്ക് കിട്ടിയൊരു മോഡൽ പഞ്ചിങ് ആയിട്ടുള്ള ഒരു സീറ്റ് കവർ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഉള്ള ആ ഒരു സീറ്റിലേക്ക് ഒട്ടിക്കുകയല്ല, സ്റ്റാപ്ലർ ചെയ്യുകയാണ്. നമ്മുടെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ആയിട്ടുള്ള ബോഡിയിലേക്ക്, ആ പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുകയാണ്. ഇതുപോലെ ടോട്ടൽ ഔട്ടർ സൈഡിലുള്ള ഫ്രെയിം മൊത്തം നമ്മൾ ഇതുപോലെ സ്റ്റാപ്ലർ ചെയ്തിട്ട് ഇത് അയക്കുക. നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ പഴയ ആ ഒരു എക്സ്പൾസിൻ്റെ ഈ ടൂറിംഗ് ആയിട്ടുള്ള സീറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര ലുക്കാണ്. ഇതാണ് പഴയ കോലം, അതിൻ്റെ ഉള്ളുവശം, പഴയ കവറിൻ്റെ ഉള്ളുവശം. ഇതാണ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്താണ് സീറ്റ് എന്ന് പറഞ്ഞാൽ. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഒരു പാഷൻ പ്രോ ലുക്കൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ആ ഒറിജിനൽ സീറ്റ് കവർ ഇനി കിട്ടാനോ സീറ്റ് കിട്ടാനോ ഒരു ചാൻസും ഇല്ല.